നമസ്കാരം. ഇസ്രയേൽ ഗാസയിൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ പലസ്തീനെ അംഗീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് UK. കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് UK ഔദ്യോഗികമായി ഈ തീരുമാനം എടുത്തത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ചേരുന്നതിന് മുമ്പായാണ് ഈ രാജ്യങ്ങൾ സുപ്രധാന തീരുമാനം എടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഗാസയിലെ യുദ്ധം ശക്തമാവുകയും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റ സന്നാഹങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. പലസ്തീൻ അതോറിറ്റിക്ക് ഭരണപരമായ പരിഷ്കാരങ്ങൾ വരുത്തുവാനും അടുത്ത വർഷം പൊതുതെരഞ്ഞെടുപ്പ് നടത്തുവാനും സൈനിക രഹിത രാഷ്ട്രം രൂപീകരിക്കുവാനും പിന്തുണ നൽകുമെന്നും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഹമാസിനെ ഒഴിവാക്കി വേണം ഇതെന്ന നിലപാടുമുണ്ട്. UN പൊതുസഭയിൽ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള ആക്കം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഈ തീരുമാനത്തെ ഇസ്രയേലും അമേരിക്കയും കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇത് സംബന്ധിച്ച തീരുമാനം 3 രാജ്യങ്ങളും അറിയിച്ചത് ഞായറാഴ്ചയാണ്. അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന മുൻ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ നീക്കം. ഈ രാജ്യങ്ങളുടെ വിദേശ നയത്തിലെ ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. G7 രാജ്യങ്ങളിൽ ആദ്യമായി പലസ്തീനെ അംഗീകരിച്ചത് കാനഡയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓസ്ട്രേലിയ, UK എന്നീ രാജ്യങ്ങളും സമാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളിൽ ഒരു സുപ്രധാന സംഭവ വികാസമായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് ഒരു സുപ്രധാന തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗാസയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇതുവരെ 65,000-ത്തിലധികം ആളുകൾ മരിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. ഫ്രാൻസും പോർച്ചുഗലും ഈ പാത പിന്തുടരാൻ ഒരുങ്ങുന്നതിനിടെ ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു ഈ 3 രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തീരുമാനം ഇസ്രയേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിമർശനത്തിന് ഇടയാക്കി. പലസ്തീനെ അംഗീകരിക്കുന്നത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ഹമാസിന് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് എതിർവാദം. ഈ അംഗീകാരം ജിഹാദി ഹമാസിനുള്ള പ്രതിഫലം അല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരുന്നു ഇസ്രയേലിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട് എന്നും ഫ്രാൻസ് തങ്ങളുടെ അംഗീകാരം ഉടൻ പ്രഖ്യാപിച്ചിരിക്കും. ഗാസ സിറ്റിയിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ വിമർശിച്ചുകൊണ്ട് പലസ്തീനികളുടെ ന്യായമായ അവകാശം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്തിടെ ഊന്നി പറഞ്ഞിരുന്നു. പോർച്ചുഗലും പലസ്തീനെ അംഗീകരിക്കുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെൽജിയം, ലക്സംബർഗ്, ന്യൂസിലാൻഡ് തുടങ്ങിയ മറ്റു രാജ്യങ്ങളും ഇതേ പാത പിന്തുടരുമെന്നാണ് കരുതുന്നത്. ഇതോടെ ഇസ്രയേൽ, US എന്നീ രാജ്യങ്ങൾക്ക് നിലവിലുള്ള പിന്തുണ കുറഞ്ഞു വരികയാണ്. കൂടുതൽ രാജ്യങ്ങൾ സമാനമായ നിലപാട് എടുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും അതൃപ്തിയിലാണ്. അമേരിക്ക ഒഴികെയുള്ള ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പലരും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ചതിനാൽ അടുത്തിടെ ഇസ്രയേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടൽ നേരിട്ടിരുന്നു. പലസ്തീനികൾക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച ചില രാജ്യങ്ങൾ ഇസ്രയേൽ മന്ത്രിമാർ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. അതിനിടയിൽ ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തിയതായും ഐക്യരാഷ്ട്രസഭയുടെ ഒരു അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും ഇസ്രയേലിലെ 2 പ്രമുഖ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ഇതേ കണ്ടെത്തൽ തന്നെ എത്തിച്ചേർന്നു. ഇതോടെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. അതിനിടയിലാണ് പ്രമുഖ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക കൂടി ചെയ്യുന്നത്.